ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം, രോഗശാന്തികൾ നടക്കണം, ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടണം. വെളിപ്പെട്ടേ പറ്റൂ. ആ ഒരു സുവിശേഷവൽക്കരണത്തിന് തീയാവിടേണ്ടത്. നമ്മൾ ശുശ്രൂഷകളിൽ വചനം പറഞ്ഞു, ഇങ്ങനെയൊന്നും അങ്ങനെ പോയാൽ പോരാ. ആ ഒരു കാലം പോയി. തളവാതിലുകളൊക്കെ എണീറ്റ് നടക്കണം, രോഗികളെ സൗഖ്യം പ്രാപിക്കണം, വലിയ മാനസാന്തരം ഉണ്ടാകണം. ആ ഒരു സുവിശേഷത്തിൻ്റെ ഒരു കനല് നമ്മുടെ ശുശ്രൂഷകളിൽ കത്തേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം എഡൂർ ബൈബിൾ കൺവെൻഷൻ നടക്കുക. കൺവെൻഷന് അതിന് മുമ്പത്തെ വർഷം ബഹുമാനപ്പെട്ട വട്ടായച്ചനായിരുന്നു കൺവെൻഷന് ചെയ്യണം. ഇപ്പം കർത്താവ് അനുഗ്രഹിച്ച് വലിയ വലിയ കൺവെൻഷനുകൾ കർത്താവ് ഇങ്ങനെ ഏൽപ്പിച്ചു തരുന്നു. ഒത്തിരി മനോഹരമായിട്ട് കർത്താവ് അത് നടത്തുന്നു. വലിയ കാര്യങ്ങൾ യേശു ചെയ്യുന്നു. യേശുവിന് മഹത്വം. എഡൂർ കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസം ആദ്യത്തെ ടോക്ക് കഴിഞ്ഞു. ശക്തമായിട്ട് മഴ ആരംഭിച്ചു. അപ്പം ഞാൻ എല്ലാവരെയും കരവിട്ട് പിടിച്ച് മഴ മാറാനൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ മഴ ചെറിയൊന്ന് കുറഞ്ഞു. പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആൻഡ്രൂസ് അച്ഛൻ പറഞ്ഞു, ബ്രദറെ ആരാധന തുടയ്ക്കോ, ആരാധന ഹീലിംഗ് പ്രയറിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ആരാധന വെച്ചു. മഴ പെയ്യുന്നുണ്ട്. പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ അവരെ കസരയൊക്കെ ഉയർത്തി പിടിച്ച് നിൽക്കുന്നു. സ്ത്രീകൾ നനയുന്നു. പന്തൽ കുറയുണ്ട്. 10,000-കണക്കിന് ആൾ നിന്ന് നനഞ്ഞ് ആരാധന കൊണ്ട് ആരംഭിച്ചു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ആദ്യം തരുന്ന സന്ദേശം ഇതാണ്: കഴുത്തിനു ജന്മനാ ബലമില്ലാത്ത ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ ഭാഗത്ത് കരമടിച്ച് കർത്താവിനെ ചുറ്റോളം പറഞ്ഞു. മൊത്തം നിശബ്ദത. ഇച്ചിരി ഒരു ഒറ്റ നിലവിളി കേൾക്കാം. യേശുവേന്നൊരു നിലവിളി കേൾക്കാം. പള്ളിമുറിയുടെ ഭാഗത്തുനിന്ന് സ്ത്രീകൾ നിലവിളിക്കുക. സംഭവം എന്നറിയുമോ? ഒരു കുടുംബം, അവരുടെ 5 വയസ്സുള്ള കുഞ്ഞ് ജന്മനാ കഴുത്തിന് ബലമില്ല. ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന കഴുത്തുമായിട്ട് വന്ന കുഞ്ഞിൻ്റെ കഴുത്ത് ബലം പ്രാപിച്ചിട്ട് നിലവിളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കുഞ്ഞിനെയുമായിട്ട് വരികയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ന് എടൂര് കൺവെൻഷൻ പങ്കെടുത്തവരോ കണ്ടവരാരും കൊണ്ടുവന്ന് ഉണ്ടോ? ഇവിടെ കരമൊന്ന് വീശി കാണിക്കാമോ? ഉണ്ടോ? അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പലരും കരമൊത്തി വീശുന്നുണ്ട്. ഹല്ലേലൂയ, അവിടെയൊക്കെ വീശുന്നുണ്ട്. ഉണ്ടോ? ആ ഒരു സാക്ഷ്യം, ഈ കുഞ്ഞിനെയുമായിട്ട് ഒരു സാക്ഷ്യം വിളിക്കും. സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച 10,000 കരമുയർത്തി വാവിട്ട് നിലവിളിക്കുക. ജനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സർവ്വ കൺട്രോളും വിട്ട് ജനം ഉച്ചത്തിൽ കരഞ്ഞു നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് യേശുവിൻ്റെ മഹത്വത്തിനായിട്ടാണ്. കാരണം ഇതുപോലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളിലൂടെയാണ്, അസാധാരണമായ ദൈവപ്രവർത്തികളിലൂടെയാണ് ജനം ക്രിസ്തുവിലേക്ക് വരുന്നത്. വിജാതിയർ ക്രിസ്തുവിലേക്ക് വരണമെങ്കിൽ ഇത് സംഭവിച്ചേ മതിയാവത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു സാധാരണ ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞു. ഇനി നമുക്ക് പത്രോസ് അപ്പോസ്തലനിലേക്ക് വീണ്ടും കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടു പത്രോസിന്റെ പ്രസംഗം, അനേകായിരങ്ങൾ മാനസാന്തരപ്പെടുന്നു. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഒരു മുടന്തന് പത്രോസ് അപ്പോസ്തലൻ സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ്. പത്രോസും യോഹന്നാനും കൂടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയ വാതിക്കലിത ജന്മനാ മുടന്തനായ, വചനം അങ്ങനെ അടിച്ചു, ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. അവിടെ വചനത്തിൽ പറയുന്നു, പത്രോസും യോഹന്നാനും അവനെ സൂക്ഷിച്ചു നോക്കി. ഇവിടെ പത്രോസ് പറഞ്ഞു, ലുക്ക് അറ്റ് മീ, ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. അവനോട് പറയുക, ഇങ്ങോട്ട് നോക്കുക. അവൻ വിചാരിച്ചു ഇപ്പോൾ എന്തെങ്കിലും തരുമെന്ന്, എന്തെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ച്. പത്രോസ് അവൻ്റെ മുഖത്തൊക്കെ പറയാ, എൻ്റെ കയ്യിൽ തരുവാൻ സ്വർണവും വെള്ളിയും ഇല്ല. കയ്യെ പിടിച്ചു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എണീറ്റ് നടക്കുക. ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കൊട്ടാരമിറ്റത്തിരുന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അല്ലിത്. ആത്മാവിന്റെ തീ നിറഞ്ഞ, അഭിഷേകത്തിന്റെ ശക്തി നിറഞ്ഞ പത്രോസ് കൈകളിൽ പിടിച്ചുകൊണ്ട് പറയുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റു നടക്കുക. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, അവന്റെ പേരാണ് യേശു. അവൻ ശക്തനായ ദൈവമാ, ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അവൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മ ഇവിടെയുണ്ട്. കയ്യെ പിടിച്ചു, യേശുവിൻ്റെ നാമത്തിൽ എണീറ്റ് നടക്കുക. പത്രോസിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയുടെ മഹാപ്രവാഹത്തിൽ ആ മുടന്തൻ സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. കൊട്ടാരമുറ്റത്തിരുന്ന പത്രോസാണോ ഇത്? ആണോ? അല്ല. ഇനി പത്രോസിന് നമ്മൾ കാണുന്നത് അതിലും അസാധാരണമായ അഭിഷേകത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പത്രോസിന് ദൈവം ഉയർത്തിയത് അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. അവിടെ നമ്മൾ കാണുന്നു, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. ആ വചനം ഒന്ന് പറയാമോ? കരമെടുത്ത് പിടിച്ച, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ നടന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ശക്തി കൊടുത്ത അതേ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. സംശയമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. യേശു ഇങ്ങനെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14:12 വചനത്തിൽ പറയുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പോകുന്നത് കൊണ്ട് അവയേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ആ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. പത്രോസ് അപ്പോസ്തലന്റെ ആദ്യപടി ആത്മാവിൻ്റെ അഭിഷേകം, ആദ്യ പ്രസംഗം, അതൊരു സ്റ്റേജ്. അടുത്ത സ്റ്റേജിൽ നമ്മൾ കണ്ടത് എന്താണ്? കയ്യെ പിടിച്ച് എണീറ്റ് പോക്കണം പറയുക. എണീറ്റ് പോക്കോ,
അഭിഷേകത്തിൽ പത്രോസ് പറയാണ് അത് പോയി. 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരുന്നു. അടുത്ത വചനം ഇങ്ങനെ ആണ് പറയുന്നത്, പത്രോസ് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലടിക്കുവാൻ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. പത്രോസിന്റെ നിഴലടിക്കുവാൻ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. നിഴലടിച്ച രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നുവെന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, പത്രോസ് അപ്പസ്തോലന്റെ അഭിഷേകം ഏറെ വർദ്ധിച്ചു. ഇവിടെ പത്രോസ് അപ്പസ്തോലന് ദൈവവചനം പ്രഘോഷിക്കേണ്ടതില്ല. ഇവിടെ പത്രോസ് അപ്പസ്തോലൻ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെ സ്തുതിപ്പില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. പത്രോസ് അപ്പസ്തോലൻ നടന്നു പോകുമ്പോൾ, പത്രോസ് അപ്പസ്തോലൻ നടന്നു പോകുമ്പോൾ അഭിഷേകം, നടന്നു പോകുമ്പോൾ ദൈവശക്തിയുടെ പ്രവാഹം, അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ, പിശാച് ബാധിച്ചിരുന്ന പിശാചുക്കൾ വിട്ടുപോവുകയാണ്. ഒരു വ്യക്തിയുടെ സാന്നിധ്യം അസാധാരണ അഭിഷേകമായിട്ട് മാറുക. ഞാനൊന്ന് ചോദിക്കട്ടെ, വ്യക്തിക്ക് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്മൽ വച്ചൻ, പനക്കിലച്ചൻ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന പ്രാധാന്യമുണ്ട്. കാരണം കർത്താവ് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് ഉയർത്തിയതാണ്. അതുകൊണ്ട് പ്രാധാന്യമുണ്ടെന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. യേശു ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ, യേശു ഒരു വ്യക്തിയിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിക്ക് പ്രാധാന്യം. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. കാരണം ദൈവം തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തിയാ. പത്രോസ് അപ്പസ്തോലന് വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ പത്രോസ് നടന്നു പോയാൽ മതി, സാന്നിധ്യം സൗഖ്യമായി അഭിഷേകമായി മാറുകയാണ്. ഈ ഒരു അഭിഷേകത്തിലേക്ക് ഞാനും നിങ്ങളും വളരണം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ സൗഖ്യം അത്ഭുതം നടക്കണം. നമ്മൾ ഒരാളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ തന്നെ രോഗശാന്തി നടക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച മനസ്സിൽ, കർത്താവേ, എന്ത് നല്ലതായിരുന്നു ഈ ഒരു അഭിഷേകം ഉണ്ടായിരുന്നെങ്കിൽ. സാന്നിധ്യം മതി, സാന്നിധ്യം. നിഴലടിച്ച രോഗശാന്തി, നിഴലടിച്ചാൽ പത്രോസിൻ്റെ സാന്നിധ്യം പിശാചുകൾ അലറി വിളിച്ചു വിട്ടുപോവുകയാണ്. നല്ല രസമായിരിക്കും അല്ലേ? ആണോ? അതെ. ഈ അഭിഷേകത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ ഓർക്കാണ്, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊരു യാത്ര പോകാനായിട്ട് ഇല്ല. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഒരു കാപ്പി കുടിക്കാണ്ട് അങ്ങോട്ട് നടക്കുമ്പോൾ ഇതാ ഭയങ്കര കാർച്ച വെക്കുന്നു. സംഭവം എന്താ? പിശാചുള്ള വ്യക്തികൾ അലറിക്കൊണ്ട് പിശാച് വിട്ടുപോവുക. ഹല്ലേലൂയ. വയ്യാതിരിക്കുന്ന അമ്മച്ചി സിമെൻറ്റ് ബെഞ്ചിൽ എന്താ ചാടി എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ട്രെയിനിൽ പോകാനായിട്ട് വീൽ ചെയറെ കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീ, ഹല്ലേലൂയ. നമ്മൾ നടന്നു പോയപ്പോഴത്തെ ആ സ്ത്രീ ചാടി എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സാന്നിധ്യം അഭിഷേകമായിട്ട് മാറണം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ, എയർപോർട്ടിലേക്ക് നിന്ന് അകത്തോട്ട് കയറി പോകുമ്പോൾ ഇതാ പിശാച് ബാധിച്ചവരൊക്കെ അലറിക്കൂവി വേളം വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഉണ്ടായി. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഞങ്ങളുടെ കിങ് ജീസസ് മിനിസ്ട്രിയുടെ ആത്മീയ പിതാവ് ഫാദർ അബ്രഹാം കടിയക്കുടി അച്ഛനാണ്. പേട്രനായിട്ട് ബഹുമാനപ്പെട്ട മാത്യു അറക്കൽ പിതാവാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, സഹോദരരെ ഇവിടെ വരെ ഒന്ന് വരണം അച്ഛൻ്റെ പള്ളിയിൽ. ഇവിടെ എന്നെ കാണാനായിട്ടൊരു സ്ത്രീയും മകനും വന്നിട്ടുണ്ട്. ഇവിടെ ഖത്തറിലാണ്. അപ്പം ആ ചേച്ചിക്ക് കരളിന് അസുഖമാണ്, ബ്രദറോട് വരണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞാനിവിടെ ചെന്നു. അപ്പോൾ ഒരു അമ്മയും പോലും അവർ ആ ചേച്ചി എന്നോട് പറയുകയാണ്, ബ്രദറെ, എനിക്കിതിനു മുമ്പ് വലിയൊരു സൗഖ്യം കിട്ടിയതാണ്. ഞാൻ ചോദിച്ചു, എന്താ? എനിക്ക് ക്യാൻസറായിരുന്നു, ലങ്സിന് ക്യാൻസറായിരുന്നു. ഞാൻ ചോദിച്ചു, എവിടാ ധ്യാനം കൂടിയത്? എന്നെ പറഞ്ഞു, ബ്രദറെ, ധ്യാനമൊന്നും കൂടിയതല്ല, ധ്യാനമൊന്നും കൂടാനുള്ള സാഹചര്യമായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു, മോൻ ഖത്തറിലാണ്. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്മൽ വെച്ചനും തെരേസ സിസ്റ്ററും അവർ വിദേശത്ത് എവിടെ പോകാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി പറയാം, ഞാൻ ഓടിച്ചെന്ന് മാത്യു അച്ഛൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് പറഞ്ഞു അച്ഛാ, ഇന്നുപോലൊക്കെയാണ്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം.
ഉടനെ അച്ഛന് എൻ്റെ ശിരസിലോട്ട് കൈവച്ചു. ഹല്ലേലൂയാ, 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 യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ സ്ത്രീയെ പിന്നീട് പരിശോധിക്കുമ്പോൾ ലങ്സിൽ ക്യാൻസർ ഇല്ല. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അതാണ് അഭിഷേകം. ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു. പിന്നെ ഞാനും കടിക്കുഴി അച്ഛനോടെ ആ ചേച്ചിയുടെ ലങ്സിന് കരളിന് ലിവർ സിറോസിസ് എന്ന നീരൊക്കെയാണ്. ലിവർ സൗഖ്യം പ്രാപിക്കാൻ ഞാനും അച്ഛനോടെ പ്രാർത്ഥിച്ചു. സന്തോഷമായിട്ട് പോവുകയും ചെയ്തു. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകം വേണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? തീ ആവണ്ടേ? തീപ്പന്തമായിട്ട് മാറണ്ടേ? തീപ്പന്തമായിട്ട് മാറണ്ടേ? പത്രോസ് അപ്പോസ്തലന്റെ സാന്നിധ്യം അഭിഷേകമായിട്ട് മാറിയതുപോലെ എൻ്റെ നിങ്ങളുടെ സാന്നിധ്യം അഭിഷേകമായിട്ട് മാറണം. ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ വളരേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട, കൈവെക്കേണ്ട, നമ്മുടെ സാന്നിധ്യം സൗഖ്യമായി, വിടുതലായി, അത്ഭുതമായിട്ട് മാറുന്ന ഒരു രൂപാന്തരീകരണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കട്ടെ. ഫിലിപ്പിയർ 3:21, ഫിലിപ്പിയർ 3:21. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമേറിയ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയാ. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമേറിയ ശരീരമായിട്ട് രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ശരീരത്തെ മഹത്വമേറിയ ശരീരമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രൂപാന്തരപ്പെടുത്തും. അങ്ങനെ ഈ ശരീരം, ആത്മാവ്, മനസ്സൊക്കെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സാന്നിധ്യം മതി. വലിയ വലിയ കാര്യങ്ങൾ യേശു ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശുദ്ധിയിലേക്ക്, അഭിഷേകത്തിലേക്ക് നമുക്ക് വളരണ്ടേ. കരമുയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നിനക്ക് നന്ദി പറയും. പരിശുദ്ധാത്മാവേ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവകൃപ എടുക്കട്ടെ, ദൈവകൃപ എടുക്കട്ടെ, ദൈവകൃപ എടുക്കട്ടെ, പരിശുദ്ധ കൃപ എടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലനിൽ ജ്വലിച്ച അസാധാരണ അഭിഷേകം, സ്വർഗരാജ്യത്തിന്റെ താക്കോല് യേശു പത്രോസ് അപ്പോസ്തലന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുകയാണ്. തബീഥ എന്നൊരു സ്ത്രീ മരിച്ചു. തബീഥ എന്നൊരു സ്ത്രീ മരിച്ചു. യോപ്പായ്ക്ക് അടുത്ത് ലിദ എന്ന സ്ഥലത്താണ് ഈ സ്ത്രീ ജീവിക്കുന്നത്. അവിടെ വചനത്തിൽ പറയുന്നു, അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് യോപ്പായിലുണ്ടായിരുന്നു. പത്രോസ് ആയിട്ട് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ് അവർ. അപ്പോൾ തന്നെ പത്രോസ് അപ്പോസ്തലനെ വിവരം അറിയിച്ചു, ഇതാ തബീഥ മരണപ്പെട്ടിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു. ഈ വിവരം അറിഞ്ഞ മാത്രയിൽ പത്രോസ് അവിടേക്ക് വരികയാണ്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ തബീഥയുടെ വീട്ടിലേക്ക് വരികയാ. ഇത് പഴയ പത്രോസ് അല്ല കേട്ടോ, തിരുസഭയുടെ തലവനായ പത്രോസ്. ആ വരവൊന്ന് കാണണ്ട. കോളറൊക്കെ ഒന്ന് പിടിച്ചു വെച്ച് ആ നടപ്പ് തന്നെ ഒരു രാജകീയ നടത്തമാണ്. കൊട്ടാരമുറ്റത്തിരുന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസല്ല, അസാധാരണമായ ആത്മാവിൻ്റെ അഭിഷേകമുള്ള ആ വലിയ വലിയ മുഖവൻ കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ ഇതാ വീടിൻ്റെ പരിസരവും മുറ്റത്ത് നിറച്ച് ജനം ഇങ്ങനെ നീങ്ങിക്കുക. അവിടെ ആ വീട്ടിൽ തബീഥ എന്ന സ്ത്രീ മരിച്ചു. സങ്കടപ്പെട്ട എല്ലാവരും നിൽക്കുക, കരിങ്കടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ ഇവിടെ നിന്ന് ആകപ്പാടെ മൊത്തം ഒന്ന് നോക്കി ജനക്കൂട്ടത്തെ. ഒരു വഴിയൊന്ന് അകത്തോട്ടൊന്ന് കയറി പോകാനായിട്ട്. എന്താ എല്ലാവരും നിലവിളിക്കുന്നത്? ഒന്ന് മറുന്നേ, കയറിപ്പോട്ട്. പത്രോസ് അപ്പോസ്തലൻ വളരെ കൂളായിട്ട് പറയുക, അവർ വഴിയൊരുക്കി കൊടുത്തു. ഇത് ചെറിയ ആളല്ല, വലിയ ആളാണ്. അകത്തോട്ട് കയറി ചെന്നു. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അകത്തുണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കി. ഹല്ലേലൂയ. അകത്തുണ്ടായിരുന്ന എല്ലാവരെയും അവൻ പുറത്താക്കി. അടുത്ത വചനം പറയുന്നു, അപ്പോസ്തലനായ പത്രോസ് അവിടെ മുട്ടുകുത്തി നിന്നു. തബീഥ എന്ന സ്ത്രീ മരിച്ചു കിടക്കുക. കരങ്ങൾ വിരിച്ചു പിടിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് തബീഥ എണീക്കൂ, പത്രോസ് കൽപ്പിച്ചു. തൽക്ഷണം അവൾ ജീവൻ പ്രാപിച്ച് എണീറ്റു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ?
മരണത്തിൻ്റെ മേൽ പോലും അധികാരമുള്ളവനായിട്ടാ പത്രോസ് അപ്പോസ്തലൻ അവിടെ നിൽക്കുന്നത്. കൊട്ടാരമുറ്റത്തിരുന്ന് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസല്ല, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനായിട്ട് പത്രോസ് കൽപ്പിക്കുക, തബീത്ത എണീൽക്കൂ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞാൽ മതി, മരിച്ചവർ ഉയർത്തി നിൽക്കും. നോക്കുക, ഒരു സാധാരണ മുഖവൻ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞ് നിറഞ്ഞ് അഭിഷേകത്തിൽ വളർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം, സാന്നിധ്യം, അഭിഷേകം അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ. ശുശ്രൂഷകരുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം, തകർന്നു പോയിട്ടുണ്ടാവാം. നീ തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ജോഷുവ 1:5, ജോഷുവ 1:5. മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആരും നിന്നെ തോൽപ്പിക്കത്തില്ല. മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ആയുഷ്കാലത്തിൽ ഒരിക്കലും ആരും നിന്നെ തോൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ശുശ്രൂഷകനുള്ള വാഗ്ദാനമാ. നിന്നെ ആരും തോൽപ്പിക്കത്തില്ല. നീ തോക്കുന്നുവെങ്കിൽ നിന്റെ കുറ്റം കൊണ്ട് തന്നെയാണ് നീ തോക്കുന്നത്. നിന്നെ തോൽപ്പിക്കാൻ കർത്താവിന് ഇഷ്ടമില്ല. നിന്നെ ഉയരങ്ങളിൽ നിർത്താനാ കർത്താവിന് ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിന്നെ ഉയരങ്ങളിൽ നിർത്താനാ കർത്താവിന് ഇഷ്ടം. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷകൾ തകർന്നു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കർത്താവ് ഒരിക്കലും, ഒരു ശുശ്രൂഷകൻ വീഴുമ്പോൾ കർത്താവ് ചങ്കുപൊട്ടി കരയുക. ഒരു ശുശ്രൂഷകൻ അധപ്പതിക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ രക്തമാണ് ഒഴുകുന്നത്. ഒരു ശുശ്രൂഷകൻ വീഴുമ്പോൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആത്മാക്കളെ സാത്താൻ കൊണ്ടുപോകുക. ഇത് തിരിച്ചറിയണം ശുശ്രൂഷകർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെടുക്കുന്ന കരയണം. നമ്മളിൽ ഒരാൾ വീഴുമ്പോൾ, കർത്താവിൻ്റെ അഭിഷേകമുള്ളൊരു വൈദികൻ വീണുപോയാൽ ഇന്ന് ഇടവകയും ജനങ്ങളും ആഘോഷം സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ അച്ഛൻ വീണുപോയിരിക്കുന്നു, അല്ലെ അച്ഛൻ ഇന്ന കുഴപ്പമുണ്ട്, വിശ്വാസികൾ ആഘോഷമാക്കുകയാ. അവസാനിപ്പിക്കണം ഇത്. നമ്മുടെ അഭിഷിക്തര് അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ ഞാനും നിങ്ങളും. ആണോ? അതിന് പകരമായിട്ട് നമ്മൾ എന്താ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരച്ഛനൊരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ ഉടൻ അത് പെരുപ്പിക്കുന്നത് നമ്മൾ ആ ശുശ്രൂഷകരാ. കുമ്പസാരിക്കാൻ നിന്ന് ശുശ്രൂഷകർ നിന്ന് കരയാൻ പറ്റുമോ? അവൻ്റെ മനസ്സ് മുഴുവൻ കടുപ്പാ. കുമ്പസാരിക്കണമെന്ന് പോലുമില്ല, അങ്ങനെ ആഗ്രഹം പോലുമില്ല പല ശുശ്രൂഷകർക്കും. ശരിക്കും ഇവിടെ മാറ്റമുണ്ടാകേണ്ടത് ശുശ്രൂഷകർക്കാ, ദൈവവേല ചെയ്യുന്നവർക്കാ ശരിക്കും മാറ്റം ഉണ്ടാകേണ്ടത്. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. മിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ
ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. യേശു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവമെന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണിത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ, പുത്തനൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുവിൻ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി.